പരി കുട്ടികളുണ്ട്. തത്തപ്പരി പാൽപ്പല കുട്ടിയാണ്. ബ്രീഡിങ്ങിന് നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും കാര്യങ്ങളുള്ള കുട്ടിയാണ്. പാൽപ്പല കുട്ടികളാണ്. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു 2.5 മാസം മുതലുള്ള കുട്ടികളുണ്ട്. 10 രൂപ മുതൽ നമുക്ക് ബ്രീഡിങ് കുട്ടികളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര പ്രായം മുതൽ എത്ര വരെയുള്ള കുട്ടികളാണ്? 2.5 മാസം പ്രായം മുതൽ 1 വയസ്സ് പ്രായം വരെയുള്ള കുട്ടികൾ. ഇതെല്ലാം നമ്മുടെ ഫാമിൽ ബ്രീഡായിട്ട് ഇറങ്ങിയിട്ടുള്ളതല്ലേ? കുട്ടികൾ എല്ലാം ബ്രീഡായിട്ട് ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ്. ഇതൊന്നും കൊണ്ടുവന്നല്ല, ഈ ഫാമിൽ തന്നെ ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള കുട്ടികളാണ്. നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ, ഡബ്ബ, ഷേറ, പിന്നെ നാഗ്ഫണി, തോത്താപ്പാരി ഒക്കെ ആയിട്ടുള്ള കുറേയധികം കുട്ടികൾ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറഞ്ഞോ അനീഷേ? 10,000 രൂപ മുതൽ മുകളിലേക്ക് 30 രൂപ ഉള്ളിൽ കുട്ടികളുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ക്വാളിറ്റി അനുസരിച്ചുള്ള കുട്ടികൾ ഇവിടെ അവൈലബിൾ ആയിട്ട്. അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ ജനിച്ചിറങ്ങിയ കുട്ടികളാണ്. നാട്ടിൽ ജനിച്ചിറങ്ങിയ കുട്ടികളാണ്. ഈ കാണുന്ന 14,500 കൊടുക്കും. 14,500 വരുന്ന നല്ല പാൽപ്പൽ കുട്ടി. നല്ല ഇയർ ലെന്ത് ഒക്കെ ഉണ്ട് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. അങ്ങനെ തുടങ്ങി മേളിലോട്ട് വരും അല്ലേ? ഡബ്ബ കുട്ടി, ഡബ്ബ വീട്ടിൽ കുട്ടി. ഇത് നല്ല വെയിറ്റ് കുട്ടി കേട്ടോ. ഇപ്പോഴും പാൽ കുടിച്ചോണ്ടിരിക്കുന്ന കുട്ടിയാ. 2 മാസം പ്രായം. ഇതൊക്കെ എന്തോ റേറ്റ് വരുന്ന കുട്ടികളാണ് അനീഷേ? ഇത് ഏകദേശം ഒരു 12 രൂപ റേഞ്ചിൽ വരും. 12 രൂപ മുതൽ മേളിലോട്ട് കൊടുക്കാൻ പറ്റും. നല്ല അടിപൊളി. അതിന്റെ കൊടുക്കാനുള്ള കുട്ടികളാട്ടോ. അത് ബ്ലാക്ക് ഉണ്ട്, ഡബ്ബ കളർ ഉണ്ട്, ലാൽ ഷേരി ഉണ്ട്. ഈ ഷേരി നമുക്ക് കൊടുക്കുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു 14 രൂപ കൊടുക്കാം. നല്ല ഇയർലെന്നുണ്ട്. നല്ല കുട്ടിയാണ് ലാൽ ഷേരി അല്ലേ? ഇതിന്റെ മദറിനെയും ഇതിന്റെ ബ്രദറിനെയും കൊണ്ട് തമിഴ്നാട്ടിലെ ഒരു വലിയ ഫാമറെ കൊണ്ടിട്ടുള്ളത്. അതുതന്നെ ഇവനൊരു 13,500 കൊടുക്കാം. 3 മാസം തൊട്ട് പ്രായം. നല്ല വളർച്ചയുള്ള കുട്ടിയാണ്. നല്ല കാൽനീളവും പൊക്കവും ഇയർ ലെങ്ത്തും കാര്യമുള്ള കുട്ടിയാണ്. ഇത് നമുക്ക് 12 രൂപ കൊടുക്കാം. 12 രൂപ. എന്തോ പ്രായം ഉണ്ടോ അതിന്? 2.5 മാസം പ്രായം. 2.5 മാസം പ്രായം. അതോ ഇവിടെ 3.5 മാസം പ്രായം. 3.5 മാസം പ്രായം. 13,500 കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന കുട്ടികൾ, ഇതെല്ലാം ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളാണ്. ഈ ഫാമിലി ജനിച്ചു വളർന്ന കുട്ടികൾ. വീട്ടിൽ അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളി കുട്ടികൾ ഇവിടെ ജനിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കൊണ്ടോട്ടെ. അതിന് ടോപ്പ് ക്ലാസ് വരുന്നതാണ്. ക്വാളിറ്റി വരുമ്പോൾ ഫുൾ ഗുലാബി, വൈറ്റ് ഐസ്, പിങ്ക് സ്കിൻ വരുന്നത്. ഇത് നമുക്ക് ജോഡി 40 രൂപ പ്ലാൻ ചെയ്ത്. എന്താ പ്രായമുണ്ട് ഇതിന്? ഇത് 7-8 മാസത്തിനുള്ളിൽ. കൊമ്പുള്ളത് ഒരു കൊമ്പില്ലാത്തത്. കുളമ്പൊക്കെ മാർബിൾ കളർ വരുന്നതാണ്. ടോപ്പ് ക്വാളിറ്റി വരുന്നതാണ്. ഗുലാബി അനീഷ, പലരും ആട് വാങ്ങി പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ചനയുണ്ടെന്നും പറഞ്ഞ് കൊടുത്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ചനയില്ല. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് ഈ ഫാമിൽ നിന്ന് വിശ്വസനീയമായിട്ട് എങ്ങനെയാണ് നിങ്ങളത് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുന്നത്? രാജീവ് ഭായി, ആടുകളിൽ കറക്റ്റ് ഒരു 100% ഇതുവരെ ഒരു ചെന്ന കൺഫേം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഇത് വന്നിട്ടില്ല. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കാനിങ് ചെയ്യാം. ഇതൊരു 45 ദിവസത്തിന് ശേഷം സ്കാനിങ് ചെയ്യാം.
പിന്നെ ഇപ്പോൾ ഒരു പുതിയ മെത്തേഡ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഈ അക്യുവേറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണുള്ളത്. ഇതിൻ്റെ ബ്ലഡ് നമ്മൾ ഇതിൻ്റെ സിറം ആക്കി മാറ്റിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണത്. അപ്പോൾ അതിൻ്റെ ഗ്ലൈക്കോ പ്രോട്ടീനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും നോക്കിയിട്ടാണ് അതിൻ്റെ ഒരു നമുക്ക് 20 to 30 മിനിറ്റ്സിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മൾ ഇതുപോലെ തന്നെ ഇതിൽ നമ്മൾ കണ്ടെയ്നറിൽ ബ്ലഡ് എടുത്തതിന് ശേഷം അത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ശേഷം ഇതുപോലെ അത് സിറമായിട്ട് കിട്ടും. ബ്ലഡ് താഴെ ക്ലോട്ടാവും, മുകളിൽ സിറമായിട്ട് കിട്ടും. ഇതിൽ നിന്നൊരു 3 ഡ്രോപ്പ് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇതിലിട്ടിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റിനകം ഇതിൽ റിസൾട്ട് വരും. ഇത് സിംഗിൾ ലൈൻ വന്നു കഴിഞ്ഞാൽ അത് പ്രഗ്നൻ്റ് അല്ല എന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഇതുപോലെ ഡബിൾ ലൈൻ വന്നു കഴിഞ്ഞാൽ ആട് പ്രഗ്നൻ്റ് ആണ്. പിന്നെ വേറെ ഒരു ഇതും കൂടിയുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു ലൈൻ നല്ല കട്ടിയിലും വരാം, ഒരു ലൈൻ ചെറിയ രീതിയിലും ലൈറ്റായിട്ടും വരാം. എന്നാലും ആ ആട് പ്രഗ്നൻ്റ് ആണെന്നുള്ളതാണ് കമ്പനി നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇപ്പോൾ ചനയുള്ള ഒരു ആടിനെ വാങ്ങിക്കാൻ വന്നാൽ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും ഈ ഒരു നമ്മളിപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് തന്നെ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്താൽ നമുക്ക് അരമണിക്കൂറുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അത് ബോധ്യപ്പെടാം. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ടെക്നോളജി വെച്ചിട്ട് നമുക്കിതിൽ എല്ലാവർക്കും ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഒരു 90% നമുക്ക് 90% ഇതിൽ സാധ്യത കൂടുതലാണ്. കാരണം നമുക്ക് ടെസ്റ്റ് ചെയ്തതിൽ ഭൂരിഭാഗം ആടുകൾക്ക് നമുക്കിപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതിൽ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവും കിട്ടിയിട്ടുണ്ട്, നെഗറ്റീവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ എക്സ്പീരിയൻസ് ആണല്ലോ. നമുക്ക് ഇത്ര നാളെ ഒരു ആടിനെ കാണുമ്പോൾ ശരിക്കും ഒരു 3 മാസം പ്രായം ആകുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ആട് പ്രഗ്നൻ്റ് ആണല്ലെന്ന്. പിന്നെ വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മളുടെ സ്യൂഡോ പ്രഗ്നൻസി പോലുള്ളതൊക്കെ നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുട്ടികൾ അനക്കം പിടിച്ച് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് അത് പിന്നെ മനസ്സിലാവുള്ളൂ. ഒരു പരിധി വരെ സ്യൂഡോയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഇതിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഗ്ലൈക്കോ പ്രോട്ടീൻ അതുപോലെ തന്നെ പ്രൊജസ്ട്രോണിൻ്റെ അളവിൽ വ്യത്യാസം വന്നിട്ടാണ് ഇതിൽ ചെയ്തു വരാം. ഇപ്പോൾ മുമ്പ് പലതരത്തിലുള്ള ലാബ് കാര്യങ്ങൾ അവർ മുമ്പ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിരുന്നതും ഇതേ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ വേറെ മെത്തേഡാണ്, ഇത് വേറെ മെത്തേഡാണ്. പക്ഷേ അതിൽ ഇത് മെയിൻ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് വരുന്നത്. രാജുഭായ്, ഇത് കോട്ടയാണ് ബ്രീഡ്. കോട്ട ബ്രീഡ് അല്ലേ? രാജസ്ഥാനിലെ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെ അല്ലേ? അതെ അതെ. ആ സ്ഥലത്തിന്റെ പേര് നമ്മുടെ നാട്ടിൽ കൂടുതലും കരോളിയാണ് വരാറ്. പിന്നെ പ്യൂർ ബ്ലാക്ക് വേണം എന്നൊരു ആഗ്രഹം കൊണ്ട് എടുത്തതാണ് ഇവനെ. ഇതിന് നല്ല പാർട്ടികൾക്ക് ബ്രീഡിംഗ് ഒക്കെ നിർത്താനാണെങ്കിൽ അടിപൊളിയാണ്. ഇവനെന്ത് പ്രായമായിട്ടുണ്ട്? ഇവൻ ശരിക്കും പറഞ്ഞാൽ 1.5 വയസ്സ് പ്രായമാണ്. 2 പല്ല് പ്രായത്തിലാണ് വന്നത്. പക്ഷേ ഇവന്റെ പല്ല് 4-മത്തെയും 6-മത്തെ പല്ല് പോയി ഒരുമിച്ച് വന്നു. ശാന്തനാണ്. സാധാരണക്കാർക്കൊക്കെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കാം. ഒരു 28 രൂപ റേറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇവ നമ്മൾ കൊടുക്കും. ഏകദേശം 55 കിലോ മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട്. സാധാരണക്കാർക്ക് ക്രോസിംഗ് ഉപയോഗിക്കാനായിട്ട് ഇപ്പം നല്ല രീതിയിലുള്ള ഒരു മെയിൽ വേണമെന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഒന്നും കൊടുക്കാതെ നോർമൽ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെയിലാണ്. നല്ല ഇയർ ലെങ്ത് കാര്യങ്ങളുണ്ട്, നല്ല ഹെഡ് ഉണ്ട്, ആള് പാവമാണ്. സാധാരണ കോട്ട എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഇടിയിലും നല്ല മുമ്പന്മാരാണ്. ഇത് ഏതൊരാൾക്ക് ചെറിയ കുട്ടികൾക്ക് വരെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഭാഗത്തിന് സ്വഭാവ വിശേഷമുള്ളതാണ്.